ഹായ് ഹലോ, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു വാട്ടർ ഈറ്റിനിടെയാണ്. അപ്പോൾ നമ്മൾ കാലത്ത് ഒരു 7 മണിയൊക്കെ ആയപ്പോൾ ഒരു ഗ്ലാസ് ചായ മാത്രമാണ് കുടിച്ചത്. കാരണം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയില്ല. രാവിലെ സൈഷേട്ടിന് ജോലിക്ക് പോകണമായിരുന്നു, അപ്പോൾ ചോറ് കൊണ്ടുപോകണമായിരുന്നു. അപ്പോൾ സമയമില്ലായിരുന്നു കാപ്പിയൊക്കെ വയ്ക്കാൻ. അപ്പോൾ ചോറ് സൈഷേട്ടിന് കൊടുത്തുവിട്ട ചൂട് ചോറ് ഞാൻ തലേന്നത്തെ മീൻകറിയാണിത് ചട്ടിയിലിട്ട് ചമ്മന്തിയായിട്ട് കഴിക്കുവാണ്. അപ്പോൾ എനിക്ക് ഇത് നല്ല ഇഷ്ടമാണ്. പഴങ്കഞ്ഞിയായാലും ചൂട് ചോറായാലും ചട്ടിയിലിട്ട് ഇങ്ങനെ തിന്നുന്നത്. അപ്പോൾ അങ്ങനെ രാവിലെ ഒരു 10 മണിയൊക്കെ ആയപ്പോഴാണ് ഞാൻ ചോറ് കഴിച്ചത്. പിന്നെ ഒരു മണി 2 മണി വരെ നമുക്ക് വിശക്കില്ല. അത് കഴിഞ്ഞിട്ട് ഒരു 11:30 ആയപ്പോൾ ഒരു പഴം കഴിച്ചത്, ഒരു കുഞ്ഞു പഴമാണ് കഴിച്ചത്. പിന്നീട് നമ്മൾ ഉച്ചയ്ക്കുള്ള ഊണെന്ന് വെച്ചാൽ മീൻകറി ഉണ്ടായിരുന്നു. മീൻകറി എന്ന് വെച്ചാൽ മീൻ നമുക്ക് കുഞ്ഞ് അയലയാണ് കിട്ടിയത് കേട്ടോ, കുട്ടി അയലയാണ്. അയല വറുത്തതും ഉണ്ടായിരുന്നു, പിന്നെ മാങ്ങ ഇട്ട് വെച്ച് മീൻകറി ഉണ്ടായിരുന്നു. ഇത് പരിപ്പും മുരിങ്ങയിലിട്ട് വെച്ച കറിയാണ്. പിന്നെ മാങ്ങയെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലുള്ള മാങ്ങ തന്നെയാണ് കേട്ടോ മീൻകറിയിൽ ഇടുന്നത്. അപ്പം നല്ല ടേസ്റ്റായിരുന്നു, പറ്റിച്ചാണ് വെച്ചത്. അപ്പോൾ 2 മണിയൊക്കെ ആയപ്പോൾ ഞാൻ ഫുഡ് കഴിച്ചിട്ട് അബിക്കുട്ടൻ അങ്കൻവാടിയിൽ നിന്ന് വരാൻ സമയമായി. അബിക്കുട്ടനെ വിളിക്കാൻ പോകണം കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഒരു 5 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ചായ കഴിച്ചു. ചായയുടെ കൂടെ നമ്മൾ കഴിക്കാനെന്ന് ബിസ്ക്കറ്റാണുള്ളത്. ബിസ്ക്കറ്റും കഴിച്ചിട്ട് ഞങ്ങളിന്ന് ഒരു യാത്ര പോവുകയാണ്. അപ്പോൾ സൈഷേട്ടൻ വരാൻ കാത്തിരിക്കുവാണ്. അത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു പള്ളിയിൽ ഉത്സവമാണ്. ഉത്സവം ആരംഭം കൊടിയേറുകയാണ്. അപ്പം ഞങ്ങൾ അവിടെ കൊടിയേറ്റം കാണാൻ പോവുകയാണ്. അപ്പം ഞങ്ങൾ വീടിൻ്റെ അടുത്ത് തന്നെയാണ്, നല്ല വലിയൊരു പള്ളിയാണ്. വേങ്കോട് ചർച്ച് എന്നാണ് ഈ പള്ളിയുടെ പേര്. അപ്പോൾ ഇന്ന് അവിടുത്തെ കൊടിയേറ്റായിരുന്നു. അപ്പോൾ ഇന്ന് രാത്രിത്തെ ഫുഡൊക്കെ ഞങ്ങൾ ആ പള്ളിയിൽ നിന്നായിരുന്നു. പള്ളിയിൽ ഫുഡ് ഉണ്ടായിരുന്നു. രാത്രി സാമ്പാർ ഉണ്ടായിരുന്നു, അവിയലുണ്ടായിരുന്നു, നാരങ്ങ അച്ചാറുണ്ടായിരുന്നു, പിന്നെ പച്ചടി ഉണ്ടായിരുന്നു. ഇത്രയും കറികളായിരുന്നു. അപ്പം ഞാൻ സൈഷേട്ടൻ്റെ അനിയൻ്റെ ഭാര്യ, കുട്ടികളെല്ലാം കൂടി ചേർന്ന് ഫാമിലി ആയിട്ടാണ് നമ്മളെ കൊടിയേറ്റ് കാണാൻ പോയത് കേട്ടോ. അപ്പോൾ ഇതാണ് അനിയൻ്റെ ഭാര്യയും കുട്ടികളും. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയുള്ളൂ. എല്ലാവർക്കും നല്ലൊരു ദിവസം നിർത്തുന്നു. താങ്ക് യു.